നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. പൂന്താനം തിരുമേനിയുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 76 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ചത്. ഇന്ന് 77ാമത്തെ ശ്ലോകം മുതൽക്ക് നമുക്ക് വായിക്കാം. ചാലേ കാണായ നീലക്കുതിര വിരുതനാം കേശിനാശം വരുത്താൻ നീലക്കാർ വർണ്ണ നിന്നോടരിശമൊടു മുതിർന്നൊന്നു നേരിട്ടു പാഞ്ഞാൻ ബാലക്കൈ വായിലാക്കിയിട്ടരിമര നിമിഷം കൊണ്ടു കൊന്നാൻ ത്രിലോകേ മാലാകെ തീർത്തുമായാവിയെ മയസുതനെ കൊന്നതും കൈ തൊഴുന്നേൻ. ഇവിടെ ഈ ശ്ലോകത്തില് കേശി എന്ന അസുരന്റെയും മയന്റെ പുത്രനായിട്ടുള്ള വ്യോമാസുരനെയും കൃഷ്ണൻ വധിച്ചതാണ് സൂചിപ്പിക്കുന്നത്. കംസന്റെ അനുചരന്മാരില് പ്രമുഖനായിട്ടുള്ള കേശി എന്ന ആ അസുരൻ ഒരു കുതിരയുടെ രൂപം ധരിച്ച് കൃഷ്ണനെ വധിക്കാനായിട്ട് വരുന്നതാണ് ഈ കഥ. ഗോപബാലനായിട്ടുള്ള കൃഷ്ണനെ വധിച്ചു കഴിഞ്ഞാൽ കംസന് തന്നോട് അധികം പ്രീതി ഉണ്ടാവൂലോ, തനിക്ക് ധാരാളം സമ്മാനങ്ങളൊക്കെ നൽകും എന്ന് വിചാരിച്ചിട്ടാണ് ഈ അനുചരനായിട്ടുള്ള കേശി ഇതിനെ പുറപ്പെട്ടത്. ഈ ഭീകരമായിട്ടുള്ള ഈ രൂപം കണ്ടിട്ട്, കുതിരയുടെ രൂപം കണ്ടിട്ട് അവിടെയുള്ള ഗോക്കളൊക്കെ ഉച്ചത്തില് നിലവിളിക്കാൻ തുടങ്ങി. ഈ ബഹളം കേട്ട് ഓടി വന്നു ഗോപബാലന്മാര്. അവരും അതെ ഈ ക്രൂരമായിട്ടുള്ള ആ നോട്ടത്തോടും ആ ഭാവത്തോടും ഒക്കെ നിൽക്കുന്ന ഈ കുതിരയെ, വലിയ കുതിരയാണ്, കണ്ടിട്ട് ആ ശബ്ദം അതെ ദിഗന്ധങ്ങൾ പൊട്ടുമാറുള്ള ശബ്ദം ഉണ്ടാക്കണുണ്ട് ആ കുതിര. ഇതൊക്കെ കൂടി കണ്ടിട്ട് പേടിച്ചു. ഈ ബഹളമൊക്കെ കേട്ടിട്ട് കൃഷ്ണനും അവിടേക്ക് ഓടി വന്നു. അപ്പോ ഗോപന്മാര് പറഞ്ഞു, കണ്ടുവോ കണ്ണാ, കൂറ്റനായിട്ടുള്ളൊരു കുതിര, രാക്ഷസനാ തോന്നുന്നു, നമ്മുടെ തൊഴുത്തിൽ കയറി നിൽക്കുന്നത് കണ്ടുവോ ചോദിച്ചു. കൃഷ്ണനെ കണ്ടതും ആ പിൻകാലുകൾ നിലത്തൂന്നി മുൻകാലുകൾ അങ്ങനെ പൊക്കി കൃഷ്ണന്റെ മേലേക്ക് ചാടാനുള്ള ഭാവത്തില് നിൽക്കുന്ന ആ കുതിരയുടെ മുന്നിലേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള മട്ടിൽ ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ നടന്നെടുത്തു. ഇത് കണ്ട ആ കേശി എന്ന അസുരൻ തൻ്റെ കുഞ്ചിരോമങ്ങള് വിറപ്പിച്ചുകൊണ്ട്, അശ്വത്തിന്റെ രൂപത്തിലല്ലേ നിൽക്കുന്നത്, പാതാളം പോലുള്ള വായും പിളർന്ന് കൃഷ്ണനെ വിഴുങ്ങാനാണ് എന്നുള്ള ഭാവത്തില് കൃഷ്ണന്റെ മേലിലേക്ക് അങ്ങോട്ട് ചാടി. കൃഷ്ണനാവട്ടെ തൻ്റെ കയ്യ് ആ കുതിരയുടെ വായിലേക്ക് തള്ളി അങ്ങോട്ട് കടത്തി. ഹൈ, ശത്രുവായിട്ടുള്ള കൃഷ്ണന്റെ കയ്യ് തൻ്റെ വായിലേക്ക് എത്തി എന്നുള്ള സന്തോഷത്തോട് കൂടിയിട്ട് ആ കേശി എന്നുള്ള അസുരൻ വായ അടച്ചിട്ട് അങ്ങോട്ട് കടിക്കാൻ വിചാരിച്ചു കയ്യ്. അപ്പൊ എന്താ ഉണ്ടായേ, ആ കടിക്കാൻ തുടങ്ങിയതോടുകൂടി ആ പല്ലുകളൊക്കെ അങ്ങോട്ട് കൊഴിഞ്ഞു പോയി. പണ്ട് ഓർമ്മയില്ലേ, അഘാസുരന്റെ വയറിൽ നിന്ന് വലുതായത്, അതുമാതിരി ബകാസുരന്റെ കണ്ഠത്തിൽ നിന്ന് ഉള്ളിലേക്ക് കൊക്കിന്റെ ഉള്ളിൽ കൂടെ കടന്നിട്ട് അവിടുന്ന് വലുതായി. അതുപോലെ ഇവിടെ ആ കുതിരയുടെ വായിൽ അകപ്പെട്ടിട്ടുള്ള ആ ഭഗവാന്റെ തൃക്കരം അവിടെ നിന്നും വലുതായി വരാൻ തുടങ്ങി. അതോടുകൂടി എന്തായി, ആ അസുരന്റെ ശ്വാസം അടയാൻ തുടങ്ങി. ചങ്കു പൊട്ടി ആകെ കൂടി ഛർദിച്ച് നിലത്ത് വീണ് യമലോകത്തേക്ക് പോയി. ഇങ്ങനെ ആ കേശി എന്നുള്ള അസുരനെ വധിച്ചതുകൊണ്ട് കേശവൻ എന്നുള്ള നാമവും കൃഷ്ണന് സിദ്ധിച്ചു. പിന്നെ ഈ ശ്ലോകത്തില് മയസുതനും മായാവിയുമായ വ്യോമാസുരനെ വധിച്ചതുകൂടി സൂചിപ്പിക്കുന്നുണ്ട്. ആ വ്യോമാസുരന്റെ കഥ എന്താണെന്ന് വെച്ചാൽ, കൃഷ്ണൻ ഗോപബാലന്മാരുമൊത്ത് കാട്ടില് പല വേഷങ്ങളും കെട്ടി ഇങ്ങനെ ഓരോ കളികൾ കളിക്കുന്നുണ്ട്. അപ്പോ മയന്റെ പുത്രനായിട്ടുള്ള വ്യോമൻ എന്നുള്ള അസുരൻ ഇവരുടെ കൂടെ ഗോപകുമാരന്റെ വേഷവും ധരിച്ചുകൊണ്ട് കൂട്ടത്തിൽ കൂടി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഇടയ്ക്ക് കള്ളനും രാജഭടന്മാരുമായി ഒക്കെ ആയിട്ട് കളിക്കുന്നതിൻ്റെ ഇടയിൽ തൻ്റെ ആ മായ ഉപയോഗിച്ചിട്ട് ഈ വ്യോമാസുരൻ ഗോപന്മാരെയും ഗോക്കളെയും ഒക്കെ ഒരു ഗുഹയിൽ കൊണ്ടുപോയിട്ട് അടച്ചു. ഈ വ്യോമാസുരനും കംസന്റെ പ്രീതി നേടാനായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ ഈ കളിക്കിടയിൽ
ഈ ഗോപന്മാരെ ആരെയും കാണാതെയായപ്പോൾ കൃഷ്ണൻ ചുറ്റും ഒന്ന് നോക്കി. പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലായി. അപ്പോൾ വ്യോമാസുരൻ്റെ പിന്നാലെ പോയിട്ട് അവനെ പിടിക്കുകയാണ്. അപ്പം തന്നെ അസുരൻ്റെ രൂപത്തിലേക്ക് മാറി അവിടുന്ന് മറയാൻ ഭാവിച്ചു. പക്ഷെ കൃഷ്ണൻ കാലിൽ പിടിച്ചിട്ട് തൂക്കി അടിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ വ്യോമാസുരനെയും യമലോകത്തേക്ക് പറഞ്ഞയച്ചു കൃഷ്ണൻ. ശേഷം ആ ഗുഹയിൽ ചെന്ന് തൻ്റെ ചങ്ങാതിമാരെയൊക്കെ മോചിപ്പിച്ച് എല്ലാവരും കൂടി തിരിച്ച് ഗോപവാടത്തിലേക്ക് പോയി എന്നാണ് കഥ. വൃന്ദാവനത്തിലെ ആ ഗോപപാലന്മാരോടൊത്തുള്ള കൃഷ്ണന്റെ അവസാനത്തെ ലീല അതായിരുന്നു എന്നാണ് പറയുന്നത്. തൻ്റെ സന്തത സഹചാരിയായിരുന്ന കേശിയുടെ വധവും വ്യോമാസുരന്റെ വധവും ഒക്കെ കംസൻ യഥാസമയം അറിഞ്ഞിരുന്നു. അപ്പോഴേക്കും ആ ചാപയാഗം ആരംഭിക്കുകയും അക്രൂരൻ നന്ദഗൃഹത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു കഴിഞ്ഞിരുന്നു. അതാണ് ഈ ശ്ലോകത്തില് ചാലെ കാണായ നീലക്കുതിര വിരുതനാം കേശി നാശം വരുത്താൻ. ചാലെ കാണായ നല്ലവണ്ണം കാണാകിയ നീലക്കുതിര വിരുതനാം കേശി നീല വർണ്ണത്തോടു കൂടിയ കേശി എന്ന ആ അസുരൻ നാശം വരുത്താൻ കൃഷ്ണനെ വധിക്കാനായിട്ട് നീലക്കാർ വർണ്ണ ഹേ കൃഷ്ണ നിന്നോടരിശമൊടു മുതിർന്നൊന്നു നേരിട്ടു പാഞ്ഞാൻ. നിന്നോട് ദേഷ്യത്തോടെ ദേഷ്യത്തോടെ വന്ന് നേരിട്ട് പാഞ്ഞാൻ. ഭഗവാന്റെ നേർക്ക് ഓടി അങ്ങോട്ട് വന്നു. എന്നിട്ടോ ബാലക്കൈ വായിലാക്കിയിട്ടരിം അരനിമിഷം കൊണ്ടു കൊന്നാൻ. അരിയെ ശത്രുവിനെ ബാലക്കൈ വായിലാക്കി, ആ ചെറിയ കയ്യ് കുതിരയുടെ വായിൽ കടത്തിയിട്ട് അത് വലുതാക്കി. എന്നിട്ട് അരനിമിഷം കൊണ്ട് പെട്ടെന്ന് തന്നെ വധിച്ചു. പിന്നെയോ ത്രിലോകേ മാലാകെ തീർത്തു മായാവിയെ മയസുതനെ കൊന്നതും കൈ തൊഴുന്നേൻ. മയസുതനും മായാവിയുമായിട്ടുള്ള വ്യോമാസുരനെ കൊന്നതും. ഇങ്ങനെ ഈ കേശിയെയും വ്യോമാസുരനെയും കൊന്ന് ത്രിലോകേ മാലാകെ തീർത്തു. ഈ 3 ലോകത്തിൻ്റെയും സങ്കടത്തെ തീർത്ത അങ്ങയെ ഞാൻ കൈ തൊഴുന്നേൻ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഈ ഒരു ശ്ലോകത്തിൽ ഈ 2 കഥകളും പൂന്താനം തിരുമേനി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. നാളേക്കു നാളെ മധുരാപുരി ഇന്നു കാണാം നാളീക നേത്ര തവ മാതുല നിഗ്രഹം മേ. കേളെന്നു നാരദ മുനി സ്തുതി ചെയ്തു നീ താൻ പാലിച്ചു കൊള്ളുക പരമേശ്വര പത്മനാഭ. നാളേക്കു നാളെ എന്ന് വെച്ചാൽ മറ്റന്നാള്, മധുരാപുരി ഇന്ന് കാണാം, നാളീക നേത്ര തവ മാതുല നിഗ്രഹം മേ. നാളീക നേത്രൻ എന്ന് വെച്ചാൽ താമരക്കണ്ണൻ. അല്ലയോ താമരക്കണ്ണ കൃഷ്ണ, മധുരാപുരിയില് മറ്റന്നാള് തവ മാതുല നിഗ്രഹം, അങ്ങയുടെ മാതുലന്റെ അമ്മാവന്റെ നിഗ്രഹം വധം കാണാം. ആർക്ക്? മേ എനിക്ക് കാണാം. അതായത് അക്രൂരൻ വരികയാണ് കംസന്റെ ആജ്ഞ അനുസരിച്ചിട്ട് മധുരയിലേക്ക് കൃഷ്ണനെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നാളെ അക്രൂരൻ എത്തും, മറ്റന്നാള് മധുരാപുരിയില് കംസവധം ഉണ്ടാകും എന്ന് കേളെന്ന് നാരദമുനി സ്തുതി ചെയ്ത നീ. കേളെന്ന് എന്ന് വെച്ചാൽ അത് ചെയ്താലും സംഭവിപ്പിച്ചാലും എന്ന് നാരദമുനിയാൽ സ്തുതിക്കപ്പെട്ട അങ്ങ് തന്നെ പാലിച്ചുകൊള്ളുക, എന്നെ രക്ഷിച്ചുകൊള്ളണം. പരമേശ്വര പത്മനാഭ, അല്ലയോ എല്ലാത്തിനും ആധാരമായിരിക്കുന്ന ഈശ്വര പത്മനാഭ, അങ്ങ് തന്നെ എന്നെ രക്ഷിച്ചാലും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇത് ഭാഗവതത്തില് ദശമസ്കന്ധത്തില് ഈ കേശിവധമൊക്കെ കഴിഞ്ഞിട്ട്
ഏകാന്തതയിൽ ഇരിക്കുന്ന ഭഗവാന്റെ സമീപത്തേക്ക് നാരദമുനി വന്നിട്ട് ഭഗവാനെ പ്രശംസിച്ചുകൊണ്ട് സ്തുതിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കംസം ച നിഹതം ദ്രക്ഷ്യേ പരശ്വോഹനി തേ വിഭോ എന്ന്. ഇത് തന്നെയാണ് ഈ ശ്ലോകത്തിലെ ആദ്യത്തെ 2 വരിയിൽ പറഞ്ഞിരിക്കുന്നത്. നാളേക്കു നാളെ മധുരാപുരി ഇന്നു കാണാം നാളീക നേത്ര തവ മാതുല നിഗ്രഹം മേ എന്നത്. ഇനി വരുന്ന ശ്ലോകങ്ങളിലൂടെ അക്രൂരൻ്റെ വരവും അത് കഴിഞ്ഞാൽ മധുരാപുരിയിലേക്കുള്ള കൃഷ്ണൻ്റെ യാത്രയൊക്കെയാണ്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ